ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു പ്രതാപ് ജി ടെക്. റിയൽമി 5 നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ്. റിട്ടൈൽ യൂണിറ്റ് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഒരു അൺബോക്സിങ്ങും ഇനീഷ്യൽ ഇംപ്രഷനുമാണ്. കൂടുതൽ ക്യാമറ റിവ്യൂ, അതേപോലെ ഗെയിമിംഗ് പെർഫോമൻസ്, അല്ലെങ്കിൽ അതിൻ്റെ ഫുൾ ഗുണങ്ങളും ദോഷങ്ങളും എന്താണെന്നുള്ളതൊക്കെ വരും ദിവസങ്ങളിൽ നമ്മൾ ഇത്തരത്തെ വീഡിയോകളായിട്ട് അപ്ലോഡ് ചെയ്യാം. ഇപ്പോഴേക്ക് ഇതിൻ്റെ ഒരു അൺബോക്സിങ്ങും ഒരു ഇനീഷ്യൽ ഇംപ്രഷൻ. അപ്പോൾ ഈ കാണുന്നതാണ് റിയൽമി 5ൻ്റെ ബോക്സ്. റിയൽമി ബ്രാൻഡിങ് നമ്പർ 1 എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അതേപോലെ റിയൽമി 5 5000 mAh ബാറ്ററി, ക്വാഡ് ക്യാമറ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അതുപോലെ മറ്റു സൈഡിലും കുറേ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഇവിടെ നിന്ന് കിട്ടും. നമുക്ക് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഭാഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാം 4GB RAM 64GB. ഈ ഒരു വേരിയൻ്റാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്നോ അല്ലെങ്കിൽ realme.com നിന്നൊക്കെ അത് വാങ്ങിക്കാം. ഇനി നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു ബോക്സ് ഉണ്ട്. ഇതിനകത്ത് നമുക്ക് കേസും അതേപോലെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ആയിരിക്കും. ഫോൺ എടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ റിയൽമി 5. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് റിയൽമി 5 കിട്ടുന്നു. 5 കൊള്ളാം. റിയൽമി 5 തിരക്കില്ലാത്ത നല്ലൊരു ഡിസൈനാണ്. ക്രിസ്റ്റൽ ഡിസൈൻ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇത്തിരി മോശമായിരിക്കും എന്നാണ് പ്രതീക്ഷിച്ചത്. അത്ര വലിയൊരു ഇമ്പ്രഷൻ ഉണ്ടായിരുന്നില്ല എനിക്ക് അതിൻ്റെ ഒരു ലോഞ്ച് ഇവൻ്റൊക്കെ കണ്ടപ്പോൾ. പക്ഷേ ഇപ്പോൾ കയ്യിലിരിക്കുമ്പോൾ വലിയ കുഴപ്പമില്ല, നല്ല തിരക്കില്ലാത്തൊരു ഭംഗിയൊക്കെ ഉണ്ട്. ഫോണിലേക്ക് നമുക്ക് വിശദമായിട്ട് വരാം. അതിന് മുമ്പ് ബാക്കിയുള്ള ഐറ്റംസ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് തിരിച്ചു വരാം. ചാർജർ 5 വോട്ട് 2 ആകുമ്പോൾ നോർമൽ ചാർജറാണ്. ബ്ലൂക്ക് ചാർജ് 3 ഒന്നും ഇതിൻ്റെ ഒപ്പം വരുന്നില്ല. അത് 5 പ്രോയോടൊപ്പമാണ് വരിക. റിയൽമി 5ൽ നമുക്ക് നോർമൽ ചാർജറാണ് കിട്ടുന്നത്. അപ്പോൾ ഈ 5000 mAh ബാറ്ററി നമ്മൾ ഈ നോർമൽ 10 വാട്ട് ചാർജർ കൊണ്ടാണ് ചാർജ് ചെയ്യേണ്ടത്. അതിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നില്ല. മൈക്രോ USB കേബിളാണ് ഇതിൻ്റെ ഒപ്പം വരുന്നത്. ടൈപ്പ് C കേബിളോ C പോർട്ടോ ഒന്നും ഇവിടെ വരുന്നില്ല. അപ്പോൾ 10000 രൂപയിൽ നമുക്ക് കോസ്റ്റ് കട്ടിംഗ് ആയിട്ട് ഇതൊക്കെ കണക്കാക്കാം. അതേപോലെ ഒരു സിം ചട്ട ടൂളും ഇതിനകത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബോക്സിനകത്ത് വരുന്നത്. ഇനി നമുക്ക് വേറൊരു ചെറിയ ബോക്സിനകത്ത് കുറച്ച് ഡോക്യുമെൻറ്റേഷനും നമ്മൾ കാണുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു പക്ക ട്രാൻസ്പെറൻറ്റ് കേസും കാണുന്നുണ്ട്. ഇത്തിരി ഫ്ലെക്സിബിൾ ആണ്. നമുക്കിത് ഫോണിലൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഫോണിലേക്ക് അപ്ലൈ ചെയ്തിട്ടുള്ളൊരു അവസ്ഥയാണ് ഈ കാണുന്നത്. അത്യാവശ്യം നല്ലൊരു പ്രൊട്ടക്ഷൻ, ക്യാമറ ലെൻസിനൊക്കെ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്. ഫ്രണ്ടിലും ഇത്തിരി കയറി നിൽക്കുന്നുണ്ട്. അപ്പോൾ ടോട്ടലായിട്ടൊരു പ്രൊട്ടക്റ്റീവായ ഒരു നല്ല കേസ് തന്നെയാണ് ഇതിൻ്റെ ഒപ്പം റിയൽമി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പൊതുവെ റിയൽമി ഇങ്ങനത്തെ കേസ് തന്നെയാണ് പ്രൊവൈഡ് ചെയ്യാറ്. ഇവിടെയും അത് തന്നെയാണ്. ടോപ്പ് സൈഡിൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല, ക്ലീൻ ആണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ടോപ്പ് സൈഡ്. റൈറ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ പവർ ബട്ടൺ ആണ് നമുക്കിവിടെ കാണുന്നത്. വേറെ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ആ സൈഡും പവർ ബട്ടണൊഴികെ ക്ലീൻ ആണ്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ സ്പീക്കർ ഗ്രില്ല്, മൈക്രോ USB പോർട്ട്, മൈക്ക്, അതേപോലെ തന്നെ 3.5mm ഹെഡ്ഫോൺ ജാക്ക്. ഇത്രയും കാര്യങ്ങളാണ് താഴെയുള്ളത്. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് വോളിയം ബട്ടണുകൾ കാണാം. അതേപോലെ തന്നെ അതിൻ്റെ മുകളിലായിട്ട് സിം ട്രേയും കാണാം. സിം ട്രേയുടെ കൺഫിഗറേഷൻ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ട്രിപ്പിൾ കാർഡ് സ്ലോട്ടാണ് നമുക്ക് ഇതിൻ്റെ ഒപ്പം കിട്ടുന്നത്. അപ്പോൾ 2 സിമ്മും മെമ്മറി കാർഡും ഒരേ സമയം നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഓൾറെഡി 4GB RAM 64GB ഉണ്ട്. കൂടാതെ മെമ്മറി കൂടുതൽ വേണമെങ്കിൽ മെമ്മറി കാർഡ് വിടാം. ഒപ്പം തന്നെ 2 സിമ്മും നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് യൂസ് ചെയ്യാം. അപ്പോൾ ട്രിപ്പിൾ കാർഡ് സ്ലോട്ടുള്ള ഫോണാണ് റിയൽമി 5. റിയർ സൈഡിൽ ക്വാഡ് ക്യാമറ സെറ്റപ്പ് ആണ്. അപ്പോൾ നല്ലൊരു ക്വാഡ് ക്യാമറ സെറ്റപ്പ് ഉണ്ട്. അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം. ഫിംഗർ പ്രിന്റ് സെൻസർ, അതേപോലെ റിയൽമി ബ്രാൻഡിങ് അടക്കമുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് റിയർ സൈഡിൽ കാണാം. പ്ലാസ്റ്റിക് പോളികാർബണേറ്റ് ഡിസൈനാണ്, ഗ്ലാസ് ഒന്നുമല്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ഡിസൈൻ ആണെങ്കിലും നല്ലൊരു ഡിസൈനും കാര്യങ്ങളൊക്കെ ആയിട്ട് മൊത്തത്തിൽ നല്ലൊരു സെറ്റപ്പാണ് ഈ ഒരു ഫോൺ കാണാൻ. ഫ്രണ്ടിൽ നമുക്ക് 13 മെഗാപിക്സൽ സെൽഫി ക്യാമറ നോച്ചിനകത്താണ്. 6.5 ഇഞ്ച് HD+ ഡിസ്പ്ലേ ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സ്ക്രീൻ ഗാർഡ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതേപോലെ ചിന്നിൻ്റെ ഒക്കെ സൈസ് നോക്കിയാൽ ചിന്ന് ഏറ്റവും താഴെ കാണുന്നത് കുറച്ച് വലുപ്പം കൂടുതലാണെന്ന് തോന്നുന്നുണ്ട്. എങ്കിലും ബാക്കി എല്ലാം കൊണ്ട് ഒരു നല്ല ഫ്രണ്ട് ഡിസൈനും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഫോൺ ഓൺ ചെയ്യുന്നതിനിടയ്ക്ക് ഞാൻ അതിൻ്റെ പ്രധാനപ്പെട്ട കുറച്ച് സ്പെസിഫിക്കേഷൻസ് ഒന്ന് പറയാം. റിയൽമി 5 ഡിസ്പ്ലേ 6.5 ഇഞ്ച് HD+ LCD ഡിസ്പ്ലേ ആണ്. സ്നാപ്ഡ്രാഗൺ 665 പ്രോസസർ, 2.05 GHz ക്ലോക്ക് സ്പീഡിൽ വർക്ക് ചെയ്യുന്നു. GPU Adreno 610 ആണ്. ട്രിപ്പിൾ കാർഡ് സ്ലോട്ട് ഉണ്ട്. അതേപോലെ മെയിൻ ക്യാമറ 12 മെഗാപിക്സലിൻ്റെ ആണ്, f1.8 ആപ്പച്ചറിൽ. രണ്ടാമതൊരു ക്യാമറ 8 മെഗാപിക്സലിൻ്റെ വൈഡ് ആംഗിൾ ക്യാമറയുണ്ട്, f2.2 ആപ്പച്ചറിൽ. 2 മെഗാപിക്സലിൻ്റെ മാക്രോ ലെൻസും 2 മെഗാപിക്സലിൻ്റെ ഡെപ്ത് സെൻസറും വരുന്നു. സെൽഫി ക്യാമറ 13 മെഗാപിക്സൽ f2.0 ആപ്പച്ചറിൽ. 5000 mAh ബാറ്ററി വിത്ത് 10 വാട്ട് ചാർജറാണ് വരുന്നത്. ഇതിൻ്റെ തിക്നെസ് 9.3mm ആണ്. വെയിറ്റ് 198 gram ആണ്. അപ്പോൾ അങ്ങനെയാണ് റിയൽമി 5ൻ്റെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. ഇനി നമുക്ക് ഇതിൻ്റെ ഫിംഗർ പ്രിന്റ് സെൻസറിൻ്റെ ഒരു പെർഫോമൻസ് നോക്കാം. ഞാൻ ഫോൺ ഫുള്ളായിട്ട് സെറ്റപ്പ് ചെയ്തെടുത്തിരിക്കുകയാണ്. അപ്പോൾ വളരെ ഫാസ്റ്റായ റെസ്പോൺസീവായ ഒരു ഫിംഗർ പ്രിന്റ് സെൻസറാണ് ഇതിനകത്തുള്ളത്. നിങ്ങൾക്കിവിടെ കാണാം, വളരെ ഫാസ്റ്റാണ്. അപ്പോൾ ഫിംഗർ പ്രിന്റ് സെൻസർ സഫീഷ്യൻ്റായ ഒരു ഫാസ്റ്റായ ഒരു ഫിംഗർ പ്രിന്റ് സെൻസർ ഉണ്ട്. ഇനി നമുക്ക് ഫേസ് അൺലോക്കിൻ്റെ കാര്യം ഒന്ന് നോക്കാം. ജസ്റ്റ് ഒരു ടാപ്പ് ചെയ്യുമ്പോൾ തന്നെ ഫേസ് അൺലോക്കും വളരെ ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്കിവിടെ കാണാം. അപ്പോൾ ഫിംഗർ പ്രിന്റ് സെൻസർ ആയാലും ഫേസ് അൺലോക്ക് ആയാലും വളരെ ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സംവിധാനം റിയൽമി 5 വരുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ മറ്റുള്ള ഭാഗങ്ങൾ നോട്ടിഫിക്കേഷൻ ഷെയ്ഡൊക്കെ നോക്കിയാൽ ഒന്ന് റീഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സ്ക്വയർ ഷേപ്പൊക്കെ വിട്ടിട്ട് സർക്കിൾ ആക്കിയിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ ഷെയ്ഡിലെ ടോഗിളുകളൊക്കെ. മൊത്തത്തിൽ നല്ലൊരു ഭംഗിയുള്ള ഒരു നിലയിലേക്ക് റിയൽമി അതിൻ്റെ കളർ വോയിസിനെ ഒന്ന് ഉയർത്തിയിട്ടുണ്ട്. അതെന്തായാലും ഈ ഒരു അപ്ഡേഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടു, വളരെ നന്നായിട്ടുണ്ട്.
അപ്പോൾ കൂടുതലായിട്ടുള്ള ഇതിൻ്റെ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ ഉണ്ടോ, ടിപ്സ് ആൻഡ് ട്രിക്സ് എന്തൊക്കെയാണെന്നൊക്കെയുള്ളത് വരും ദിവസങ്ങളിലെ വീഡിയോസിൽ നമുക്ക് കാണാം. അപ്പോൾ എന്തായാലും ഇതന്നെയാണ് ഇതിൻ്റെ പുതിയൊരു ഡിസൈൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ ബോർഡ് സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ColorOS 6.0.1 വെർഷനാണ്. ആൻഡ്രോയിഡ് 9 ബേസ്ഡ് ആണ് ഈ ഒരു സംഭവം. അതേപോലെ പ്രൊസസർ സ്നാപ്ഡ്രാഗൺ 665 റാം 4GB ഉണ്ട്. ഡിവൈസ് സ്റ്റോറേജ് 64 GB-യിൽ 51 GB യൂസർക്ക് കിട്ടും. അതേപോലെ തന്നെ സെക്യൂരിറ്റി പാച്ച് ലെവലാണെങ്കിൽ ജൂലൈ 5, 2019 ആണ്. അപ്പോൾ അത്രയുമാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് എബൌട്ട് സെക്ഷനിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. സാർ വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ *#07# അടിച്ചാൽ നമുക്ക് സാർ വാല്യൂ കാണാം. ഇന്ത്യൻ സാർ വാല്യൂ ലിമിറ്റ് 1.6 ആണ്. ഇവിടെ 1.1 ആണ്, 1.8 ആണ്. അപ്പോൾ 1 ആണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് സാർ വാല്യൂ ഇന്ത്യൻ ആ സ്റ്റാൻഡേർഡ് ലിമിറ്റിനകത്ത് തന്നെയാണ്. ബോഡി സാർ വാല്യൂ 0.631 ആണ്. ക്യാമറ ടു API ആ ഒരു സംഭവം ലെവൽ 3 എനേബിൾഡ് ആണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഗൂഗിൾ ക്യാമറ ആപ്ലിക്കേഷനൊക്കെ ഇതിനകത്ത് നൈസായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. ഇനി നമുക്കിതിൻ്റെ വൈഡ് വൈൻ L1 സർട്ടിഫിക്കേഷൻ്റെ കാര്യത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ വൈഡ് വൈൻ L3 സർട്ടിഫിക്കേഷനാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്കിതിനകത്ത് ഫുൾ HD വീഡിയോസ് ഒന്നും ആമസോൺ പ്രൈമിൽ നിന്നോ അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സിൽ നിന്നൊന്നും സ്ട്രീം ചെയ്യാൻ സാധിക്കില്ല. അതല്ലെങ്കിലും L3 ആണെങ്കിലും നമുക്ക് L1 ആണെങ്കിലും സാധിക്കില്ല. കാരണം ഇതിൻ്റെ ഡിസ്പ്ലേ HD ആണ്. അപ്പോൾ HD ഡിസ്പ്ലേയിൽ എന്തായാലും നമുക്ക് ഫുൾ HD സ്ട്രീമിംഗ് സാധിക്കില്ല. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ കിടക്കുന്നത്. ഇനി നമുക്കിതിനകത്ത് കുറേ ആപ്ലിക്കേഷനുകൾ എക്സ്ട്രാ കയറി വരുന്നുണ്ട്. കണ്ടോ, കുറച്ചധികം തന്നെ ആപ്ലിക്കേഷനുകളുണ്ട്. അപ്പോൾ ബ്ലൂടൂത്ത് നമുക്ക് ആവശ്യമില്ലാത്തൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്യാം. ഇപ്പോൾ എനിക്ക് സംബന്ധിച്ച് UC ബ്രൗസർ വളരെ ശല്യം ഉണ്ടാകുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അത് ആദ്യം അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ ശ്രമിക്കാം. അപ്പോൾ അത് അൺഇൻസ്റ്റാൾ കൊടുത്തു കഴിഞ്ഞാൽ അത് ഈസി ആയിട്ട് അൺഇൻസ്റ്റാൾ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷനുകൾ ഇതിനകത്ത് നിന്ന് കുറേയൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ സാധിക്കുന്ന ഒരു സിറ്റുവേഷനാണുള്ളത്. ഇപ്പോൾ വേണ്ടാത്തതൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാം. എന്തായാലും റീഇൻസ്റ്റാൾഡ് ആയിട്ട് കുറേ ഉണ്ട്. ഇനി നമുക്കിതിൻ്റെ ക്യാമറ ഇൻ്റർഫേസിലേക്ക് വന്നു കഴിഞ്ഞാൽ വീഡിയോയിൽ നമുക്ക് 4K ഫുൾ HD അതേപോലെ 720 പിക്സൽ ഈ 3 റെസൊല്യൂഷനാണ് നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിക്കുക. 4K ഒക്കെ ഉള്ള ഒരു ഡിവൈസാണ്. സ്ലോ മോഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്കിതിനകത്ത് സ്ലോ മോഷനിൽ 240 ഫ്രെയിം പെർ സെക്കൻഡ് 720, അതായത് HDയിൽ 240 ഫ്രെയിം പെർ സെക്കൻഡും ഫുൾ HDയിൽ 120 ഫ്രെയിം പെർ സെക്കൻഡുമാണ് നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കുക. 2 ഓപ്ഷൻ നിങ്ങൾക്ക് സ്ലോ മോഷൻ ഓപ്ഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ കാണാം. വേണ്ടതെടുത്ത് നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ക്യാമറ ഇൻ്റർഫേസിൻ്റെ ലാഗോ കാര്യങ്ങളോ മറ്റോ ഉണ്ടോയെന്ന് നോക്കാം. അതിൻ്റെ ഷട്ടർ സ്പീഡും കാര്യങ്ങളോ നോക്കാൻ പോകുന്നത്. ഫേസ് ഒക്കെ ഈസി ആയിട്ട് അത് ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ ഷട്ടർ സ്പീഡ് നല്ല ഫാസ്റ്റാണ്. ഫാസ്റ്റായ ഒരു ക്യാമറ ഷട്ടർ സ്പീഡാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ നമുക്ക് യാതൊരു ഇഷ്യൂസും ഇല്ലാതെ ഈസി ആയിട്ട് അപ്പോൾ നമുക്ക് ആവശ്യാനുസരണം ബാങ് എന്ന് ക്ലിക്ക് ചെയ്ത് പോകാൻ വളരെ സൗകര്യപ്രദമാണ് ഈ ഒരു ആപ്ലിക്കേഷനിൽ. ക്വാളിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി സർപ്രൈസിങ് ആണ്. നല്ല ക്വാളിറ്റി ഡീറ്റെയിൽസ് ലെവലുണ്ട്. ഒരു ചെറിയ പിങ്കിഷ് കളർ കയറിയിട്ടുണ്ടെങ്കിലും നല്ല ഡീറ്റെയിൽസ് ലെവൽ ഉള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാനിതിനെ സ്ക്രീനിലേക്ക് ഇടാം. ഈ ഫോട്ടോയെ നമുക്കൊന്ന് നോക്കാം. ഈ ഒരു ഫോട്ടോ ആണ് നമ്മളവിടെ കണ്ടത്. നമുക്കിതിനൊന്ന് ഫുൾ റെസൊല്യൂഷനിലേക്ക് സൂം ചെയ്യാം. ഒരു 100%ലേക്ക് 100%ലേക്ക് സൂം ചെയ്യുമ്പോഴും ഒരു നല്ല ഡീറ്റെയിൽസ് ലെവലും ക്വാളിറ്റിയും ഒക്കെ കാണിക്കുന്നുണ്ട്. 10,000 രൂപയുടെ ഫോണിൽ സാധാരണ കാണാത്ത ഒരു സെറ്റപ്പാണെന്ന് തോന്നുന്നു. ഇത്രയും നല്ലൊരു ക്യാമറ സെറ്റപ്പ്. അതുപോലെ ബാക്ക്ഗ്രൗണ്ട് ബ്ലറായിരിക്കുന്നതും മറ്റു കാര്യങ്ങളും പോർട്രേറ്റ് മോഡൊക്കെ എടുക്കുമ്പോഴും നമുക്ക് നല്ലൊരു ക്വാളിറ്റി എന്തായാലും ഇതിൻ്റെ ക്യാമറ കാണിക്കുന്നുണ്ട്. ഞാനിതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഒന്ന് കാണിക്കാം. അപ്പോൾ ആ 100% ലെവലിലേക്ക് സൂം ചെയ്യുമ്പോഴും നല്ല ക്വാളിറ്റിയും കാര്യങ്ങളും ഈ ഒരു ക്യാമറ തരുന്നുണ്ട്. അതിപ്പോൾ നല്ല ഡേ ലൈറ്റിലാണ് ഞാൻ ഈ ഒരു ഫോട്ടോസൊക്കെ എടുക്കുന്നത്. അതും ഒരു പ്രധാന ഘടകമാണ്. അപ്പോൾ നല്ലൊരു മികച്ച സെൽഫി ക്യാമറ സെറ്റപ്പാണ് ഈ ഒരു ഫോണിൽ ഞാനിപ്പോൾ കാണുന്നത്. 13 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ്. നല്ല ഡീറ്റെയിൽസ് ലെവലും ക്ലാരിറ്റിയും നമുക്ക് ഈ ഒരു ഇമേജുകളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. 1-2 ഇമേജുകൾ കൂടി ഞാൻ ആഡ് ചെയ്യാം. എന്തായാലും ഇതിൻ്റെ കൂടുതൽ വിശദമായ ഒരു പരിശോധന നടത്തിയിട്ട് അതിൻ്റെ ഒരു ക്യാമറ റിവ്യൂ വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കുക. 10,000 രൂപയ്ക്ക് കിട്ടാവുന്ന ഒരു മികച്ച ക്യാമറ ഫോണാണെന്നുള്ള കാര്യം അപ്പോൾ നമുക്ക് ഉറപ്പിക്കാം. എന്തായാലും ഇപ്പോഴേക്ക് ഞാൻ എന്തായാലും ഇംപ്രസ്ഡ് ആണ്. നല്ലൊരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ക്യാമറയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഡൈനാമിക് റേഞ്ച് ഒന്നും ബേൺ ഔട്ടായി പോയിട്ടില്ല. അതൊക്കെ നല്ല രീതിയിൽ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. അപ്പം തന്നെ സഫീഷ്യൻ്റ് ആയ ഡീറ്റെയിൽസ് ഫേസിലും നമുക്ക് കാണാം. അപ്പം നല്ലൊരു സെൽഫി ക്യാമറ. റിയർ ക്യാമറയിലേക്ക് വരുമ്പോൾ ഒരു മികച്ച ക്യാമറ പെർഫോമൻസ് തന്നെയാണ് കാണുന്നത്. പോർട്രേറ്റ് മോഡ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എഡ്ജ് ഡിറ്റക്ഷനൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഡീറ്റെയിൽസ് മോളുടെ ഹെയർ ഒക്കെ ശ്രദ്ധിച്ചാൽ അറിയാം. നല്ല ക്ലാരിറ്റിയിൽ അത് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മെയിൻ ക്യാമറ 12 മെഗാപിക്സൽ ഏറ്റവും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നത് കാണാം. ഇപ്പോൾ നോർമൽ ഇമേജ് ആണ്, പോർട്രേറ്റ് അല്ല. ഡൈനാമിക് റേഞ്ച് അതിൻ്റെ ബാക്ക് സൈഡിലെ ക്ലൗഡൊക്കെ പക്ക ക്ലിയർ ആയിട്ട് ക്യാപ്ചർ ചെയ്തിരിക്കുമ്പോൾ ഫ്രണ്ട് സൈഡിലും നല്ല ഡീറ്റെയിൽസ് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പം മികച്ച ഒരു ക്യാമറ സെറ്റപ്പ്, ഈ ഒരു പ്രൈസ് റേഞ്ചിലെ ഒരു മികച്ച ക്യാമറ സെറ്റപ്പായിട്ടാണ് എനിക്ക് തോന്നുന്നത്. വിശദമായ ഒരു പരിശോധന എന്തായാലും നമുക്ക് ആവശ്യമാണ്. ഇത്രയും നല്ലൊരു ക്യാമറ സെറ്റപ്പ് എന്നെ സംബന്ധിച്ച് ഇപ്പോൾ എനിക്കൊരു ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇവിടെ കിട്ടിയതുകൊണ്ടാണ് വീണ്ടും ഞാൻ പറയുന്നത്. നല്ലൊരു ക്യാമറ സെറ്റപ്പായിട്ട് തോന്നുന്നു. എന്തായാലും ക്യാമറ റിവ്യൂ വരും ദിവസങ്ങളിൽ ഞാൻ അപ്ലോഡ് ചെയ്യും. വിശദമായിട്ടൊന്ന് കണ്ടു നോക്കും.
അപ്പോൾ നമ്മൾ ഇത്രയും നേരം കണ്ടത് റിയൽമി 5ൻ്റെ ഒരു അൺബോക്സിങ്ങും ഒരു ഇനീഷ്യൽ ഇംപ്രഷനുമാണ്. ഒരു ഇനീഷ്യൽ ഇംപ്രഷൻ ഇതിൻ്റെ ക്യാമറ പെർഫോമൻസ് കാണുമ്പോൾ ഞാൻ എന്തായാലും ഇംപ്രസ്ഡ് ആണ്. കൂടുതൽ വിശദമായിട്ടുള്ള ക്യാമറ ഒരു അനലൈസേഷനൊക്കെ നടത്തി ഒന്ന് വിശദമായിട്ടൊന്ന് പരിശോധിച്ചിട്ട് ക്യാമറ റിവ്യൂ ഞാൻ അപ്ലോഡ് ചെയ്യാം. അതേപോലെ ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, ദോഷങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെ വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യും. ആ വീഡിയോസൊക്കെ കാണണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ മറക്കാതെ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാം. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. ബൈ.